So hello guys, welcome to Sham channel. നമ്മൾ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ GTA 5 ആണ്. നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടല്ലേ, ഗ്രാഫിക്സ് ഒക്കെ നല്ല മോഡാക്കിയ, കാലാവസ്ഥ ഒക്കെ നല്ല ഇതുണ്ട്. പറയല നമുക്ക് പണിയെടുക്കാനൊക്കെ പോകണം. നമ്മളതിൽ തീരെ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ പൈസ ഇല്ല, ബാങ്കിൽ തീരെ പൈസ ഇല്ല. നമുക്ക് എന്തായാലും കാർ എടുത്താലും എവിടെയെങ്കിലും പോകാൻ നിൽക്കാം. എന്തെങ്കിലും ജോലിയുണ്ട്. സിമ്മണ്ണം വിളിച്ചിട്ട് പറയാണ് ഒരു കാർ മോഷ്ടിച്ച് ഇതാ ഇനി പൈസ കൊടുക്കാന്ന്. ആദ്യം നമുക്ക് സിമ്മിൻ്റെ അടുത്തേക്ക് കൂടാം. സിമ്മണ്ണ അങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പോയൊക്കെ എന്തായാലും കാർ മോഷ്ടിക്കാനുള്ള തന്നെ ആയിരിക്കും. എന്നോട് അങ്ങനെ പറഞ്ഞു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതായി മാപ്പിൽ എസ് എന്ന് കാണിക്കുന്നിടത്തേക്ക് നമുക്ക് പോകേണ്ടത്. എസ് എന്നുള്ളിടത്തേക്ക് ഞാനിത് ലൊക്കേഷൻ ഇട്ടിരിക്കുന്നു. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ഇത് 2 വീഡിയോ ആയിട്ടായിട്ട് ഞങ്ങൾ 2 വീഡിയോ കാണുന്നതാണ്. ഇത് ഒന്ന് പാർട്ട് 1ഉം പാർട്ട് 2. ഇതെന്താ വണ്ടി കൺട്രോൾ തന്നെ കിട്ടില്ല ഗൈസ്. വണ്ടി നമുക്ക് കൺട്രോൾ തന്നെ കിട്ടില്ല. നല്ല കാലാവസ്ഥ, മഴയും വൈക്കിളൊക്കെ ഉണ്ട്. നമുക്കിതൊക്കെ കൊടുത്ത് ഫെരാരിയൊക്കെ വാങ്ങണം. സിമേണ്ട ആകുമ്പോൾ തന്നെ നമ്മളെന്തായാലും ഇവിടെ എത്തിക്കണ്. സിമേണ്ട അടുത്തേക്ക് പോയേക്കാം. എന്താ കാര്യമൊന്നും പിടുത്തം കിട്ടില്ല. സിമേണ എന്തായി എടാ ഫാമിലിയിലെ ഒക്കെ പോയടാ, ഒക്കെ കൈ വിട്ട് പോയി. എൻ്റെ കാറ് മൈക്കിൾ അടിച്ചോണ്ട് എടാ ഈ ഒന്ന് എടുത്തോണ്ട് വാടാ. എടാ എനിക്ക് പൈസ തരാടാ, പ്ലീസ് എടാ എടുത്തു പോ. എടുത്തോണ്ട് വരെ ശരിയാണ്. ഇതിനാണോ വിളിച്ചത്? ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോണോ? ഞാൻ പോയി എടുത്തോണ്ട് വരാം. നമ്മളൊക്കെ എക്സ്പേർട്ടല്ലേ കാറ് മോഷ്ടിക്കാൻ. നമുക്ക് എന്നാലും മൈക്കിളിൻ്റെ വീട്ടിലേക്ക് വിടാം. ലൊക്കേഷനൊക്കെ അയച്ചു തരുന്നെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ലൊക്കേഷൻ അയച്ചു തന്നെങ്കിൽ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. എടാ പൊക്കെ കാണിക്കണോ? ഞാൻ എൻ്റെ ചള്ളടിച്ച പൊടി ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്ത് ബോംബിട്ടാളു. അല്ല പിന്നെ ആദ്യത്തെ ദിവസം കാറിന് ചെറിയ ഡാമേജൊക്കെ വന്നത്. ഒരു ഭരിക്കും പറ്റാതെ ആർമറുള്ള നല്ല കാറാക്കണം ഇതൊക്കെ. അല്ലെങ്കിൽ എന്താ നമുക്ക് വേറെ കാറ് വാങ്ങാമല്ലോ. പൈസ കിട്ടിക്കഴിഞ്ഞാൽ വേറെ കാറ് വാങ്ങാമല്ലോ. എത്തിക്കണ വീട്ടിൽ നമുക്ക് നോക്ക് പൊളിഞ്ഞെടുക്കണേ. നമുക്ക് എന്തായാലും കാറ് ഇതായി പോയത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ കയറാം. ഗേറ്റൊക്കെ എന്ത് ഉയരമുള്ളത്. മതിൽ ചാടാം, അതിനുള്ള വേറെ വഴിയില്ല. മതിൽ കയറി അങ്ങനെ തന്നെ ഫ്രണ്ട് കയറി ഇവിടുന്ന് ചാടിക്കോ ചാടി പാങ്ങില്ലേ. അവിടെ അടുത്ത് നിൽക്കണം. നമ്മൾ മെല്ലെ പോയി തലക്കൊരു അടി അടിക്കുക. അവിടെ ഒരുത്തുണ്ട്, മെല്ലെ പോയി തലക്കടിക്കണം. ഓനിത്തിരി ശബ്ദം ഉണ്ടാക്കിയാൽ മതി. പിന്നെ മൈക്കിളോ നമ്മളെ തലക്കിട്ട് തരും. നമ്മളെ പോലീസിന് പിടിച്ചു വെക്കും. നമ്മൾ ഇതുവരെ ജയിലിൽ പോയില്ല. ഇനി ജയിലിൽ പോകാനൊക്കെ ഉണ്ടോ? തന്നെ അപ്പോഴത്തേക്കും വീണോ? ഒറ്റയടിക്ക് തന്നെ വീണു. നമ്മൾ ഈ ഗാരാജിൻ്റെ അടുത്ത് ഗാരാജ് തുറക്കാം. നമുക്ക് എന്തായാലും ഗാരാജിനുള്ളിൽ തന്നെ ഉള്ള വണ്ടി ഉണ്ടാവാം. നമുക്ക് ഗാരാജ് തുറക്കാം. തുറക്കണമെങ്കിൽ ഇതെന്താ ടൈറ്റ്? ഇത് ലോക്കാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തുറക്കായുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഡോറൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിലെങ്ങനെ തുറക്കാം? ഇതിൻ്റെ ഉള്ളിലും പൂട്ടിട്ടോ. ഫ്ലാങ്കിൽ വരുന്നുണ്ട്. ഇതിൻ്റെ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് അതിൽ ചാടി തന്നെ പോകേണ്ടി വരും. ഈ കാറാണെന്ന് തോന്നില്ല. അത് മൈക്കിൾ തന്നെ ആയിരിക്കും. നമുക്ക് എന്തായാലും മതിൽ ചാടാം. ഇവിടെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ അവിടെ നോക്കിയാൽ അവിടെ ഒരു ജനാല് തുറന്നെടുക്കണം. നമുക്ക് അതിൻ്റെ മുകളിൽ ചാടി കയറിയാലോ. അത് ഈ വണ്ടിൻ്റെ മുകളിൽ കയറി പറഞ്ഞു. ഞാൻ ഓടുമ്പോൾ കയറി. ആരും ഇല്ലാണ്ട് ശബ്ദം ഉണ്ടാക്കാണ്ട് പോകണം. ഒന്ന് ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ മതി. അപ്പം പോയി വണ്ടിൻ്റെ കട്ട. ഇതാരാ? മൈക്കിളിൻ്റെ മോളാണോ? ഈ മൈക്കിളിൻ്റെ ഭാര്യ മോളാന്നാ തോന്നുന്നത്. ജിമ്മിയൊക്കെ അവിടെ ഫ്രീ ഫയർ കളിക്കാൻ. അവളെന്താ പിണങ്ങിക്കണത്? എന്തോന്നുണ്ട് കാര്യം. നമുക്ക് മെല്ലെ താഴത്തോട്ട് പോവാം. താഴത്തോട്ട് തന്നെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. താഴത്തോട്ട് നേരെ വിടാം. മൈക്കിളിനൊന്നും കാണില്ലല്ലോ. അവിടെ മൈക്കിളിനൊന്നും വിളിക്കാൻ കണ്ടഞ്ഞി. ഇവിടെ ആരുമില്ല. മൈക്കിൾ ഇങ്ങോട്ട് ഒളിച്ചിക്കട ഫാമിലി വിളിച്ചിക്ക്. മൈക്കിൾ എന്തായാലും അവിടെ ഉണ്ട്. ഇനി ഇത് 2ാമത്തെ പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സബ്സ്ക്രൈബ്